ഹലോ ഗെയ്സ്, നമ്മൾ ഇന്നും ചെമ്പരത്തി കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നലെ ജ്യൂസായിരുന്നെങ്കിൽ ഇന്ന് ചെമ്പരത്തി കൊണ്ടൊരു കിടിലൻ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കുട്ടീസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാത്ത് നിൽക്കുമായിരുന്നു. ഇന്നലെ ജ്യൂസ് ഉണ്ടാക്കിയത് കൊണ്ട് ഇന്നും അതുപോലത്തെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാണ് രണ്ടുപേരും നിൽക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കിടിലൻ ഐറ്റമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ എന്താണെന്ന് കാണാമല്ലോ. പിള്ളേരെന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ മുഖത്ത് കാണാനുമുണ്ട്. അപ്പോൾ ഒരാൾ ചെമ്പരത്തി പൂവൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. അപ്പം നമ്മൾ അവിടെ നിന്നും കുറച്ച് 3-4 ചെമ്പരത്തി പൂവൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ കുട്ടീസും ബാലയായിട്ട് നടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കുട്ടീസ് നമ്മുടെ സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടിയിലിട്ട് കിടക്കാം. പറിച്ച് ചെമ്പരത്തി പൂവൊക്കെ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാമല്ലോ. അപ്പം എല്ലാവരും ഓടിവായോ. ഇപ്പം മുഖസൗന്ദര്യം എന്ന പോലെ തന്നെ എല്ലാവരും മുടിയുടെ കാര്യത്തിലും ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുടിയെ സ്മൂത്തനിങ് ചെയ്യാനും പിന്നെ കെരാറ്റിൻ, നാനോപ്ലാസ്റ്റിയ, ബോട്ടോക്സ് ഇതൊക്കെ ചെയ്യാനും ഒക്കെ എല്ലാവരും പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ നാച്ചുറലായിട്ടും ഓർഗാനിക്കായിട്ടും നമ്മുടെ ഹെയറിന് വളരെ പ്രോബ്ലംസ് ഒന്നും കൊടുക്കാത്ത രീതിയിലും ഉള്ള ഒരു നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവാനും പിന്നെ സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടൊക്കെ ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു നമ്മുടെ നാച്ചുറലായിട്ട് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ചെമ്പരത്തി വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ മുടി നേരത്തെ അധികം ഗ്രോത്ത് ഉണ്ടായിരുന്ന മുടിയൊന്നുമല്ല. ഇപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയോ ആ ഒരു ടൈം തൊട്ടാണ് എൻ്റെ മുടിക്ക് കുറച്ച് ലെങ്തും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ എൻ്റെ ഹെയർ കുറച്ചു അധികം സ്മൂത്തനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഹെയറിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ ഉള്ളൊരു നല്ലൊരു ഓർഗാനിക്കായിട്ടുള്ളൊരു സംഭവം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചെമ്പരത്തി പറിക്കുക, കല്ലിൽ വെച്ച് ചതയ്ക്കുക, അതിൻ്റെ ആ ഒരു പൾപ്പ് എടുക്കുക, നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക, തല വാഷ് ചെയ്യുക. പിന്നെ ഇതിലൊക്കെ കുറച്ച് തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിത് അധികം പണിയൊന്നും ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഡെയിലി മിക്കപ്പോഴും വീക്ക്ലി 1 or 2 ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ വീട്ടിലൊരു കല്ലുള്ളതുകൊണ്ട് അതിൽ വെച്ച് 3-4-5 നമ്മുടെ ചെമ്പരത്തി പറിച്ച് കല്ലിൽ വെച്ച് ചതച്ച് അതിൻ്റെ പൾപ്പ് എടുക്കുവാണ്. അത് എന്നിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക. ഒരു 5, 10, 15 മിനിറ്റൊക്കെ തലയിൽ വെച്ചാലും മതിയാവും. കൂടുതൽ സമയം വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ കണ്ടീഷണറാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തലയിലുള്ള അഴുക്കും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പോവും. നമ്മുടെ പിന്നെ ഹെയറിനെ കുറച്ച് ഈ പിന്നെ ഡാൻഡ്രഫിൻ്റെയൊക്കെ ആണെങ്കിലും കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും കുറച്ച് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇത് ശരിക്കും ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ.